അല്ല കിട്ടിയാൽ പ്രശ്നം തീരുമെന്നാ? അല്ല ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം നാളെ ആവും. നാളെ ആദ്യം നിങ്ങൾ അറിയിക്കും. കിട്ടാത്ത പ്രശ്നമില്ലാന്ന്. എന്താ ഇത്? ആരാ തീരുമാനിച്ച്? പ്രഖ്യാപിച്ചോ? അതാണ് പറയുന്നത്. നിങ്ങൾ ഈ സാങ്കല്പികമായ കാര്യങ്ങൾക്കും അത്തരം കോൺഗ്രസ് അത്തരം ഒരു തീരുമാനം ഔദ്യോഗികമായി പറയുമ്പോൾ ഞാൻ അതിന് മറുപടി പറയാ. ഇപ്പൊ അവർ പറയാത്ത കാര്യത്തിന് എങ്ങനെ മറുപടി പറയാ? അതൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. നാളെ ഉച്ചയ്ക്ക് നിങ്ങളോട് വിവരം പറയാം. ലഭിച്ചിട്ടില്ലെങ്കിലല്ലേ? അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. ലഭിക്കും. അല്ല, ഞങ്ങൾ ലോക്സഭാ സീറ്റിനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. രാജ്യസഭാ സീറ്റിനെ കുറിച്ച് അതിന്റെ സമയത്ത് ചർച്ച ചെയ്യും. ഇപ്പോൾ ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച. രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് തരാമെന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ആവശ്യപ്പെടലും തരലൊന്നും അല്ലല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കലല്ലേ. ഞങ്ങളിൽ കൊടുക്കലും വാങ്ങലും ഇല്ല. ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത് LDFലാണ്. വലിയേട്ടൻ പറയുന്നതിന് മറ്റുള്ള അംഗീകരിച്ചു പോകും. ഇതിൽ ഞങ്ങൾ ഇരുന്ന് പരസ്പരം ചർച്ച ചെയ്ത് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കലാണ്. ആ തീരുമാനം നാളെ ഉണ്ടാകും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും തീരുമാനം നാളെ ഉണ്ടാകും. പിന്നെന്താ, ഒരു 24 മണിക്കൂർ കാത്തിരുന്നാ പോരെ? എന്താ സാധ്യമല്ലാത്തത്? എന്താണോ അതിൻ്റെ അർത്ഥം? ഒരു അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അവർ പ്രയാസം പറഞ്ഞിട്ടുണ്ട്. അതെന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്തൂലേ? ഞങ്ങൾ മുന്നണിയല്ലേ. രാജീവ് UDFൽ ഏത് ഘടകകക്ഷിയാ? അയാൾ അത് LDFൽ അങ്ങനെ തന്നെയല്ലേ പറയാൻ കഴിയുള്ളൂ. എന്നിട്ടോ ഞങ്ങളെ അപമാനം ഞങ്ങളല്ലേ സഹിക്കേണ്ടത്. അദ്ദേഹം അതിന് ബുദ്ധിമുട്ടണ്ട. മൂന്നാം സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് അണികൾ ആരെങ്കിലും വിചാരിച്ചതിനെ കുറ്റം പറയാൻ പറ്റുമോ? അണികൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് അങ്ങനെ വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇത് നാളത്തെ തീരുമാനത്തിന് ശേഷം 27-ാം തീയതി ഞങ്ങളെ പാർട്ടി നേതൃയോഗം ചേരുന്നുണ്ട്. അതിൽ ഞങ്ങളെ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കും. ഈ ദേശീയ തലത്തിൽ പലയിടത്ത് ഒരു ഒത്തുതീർപ്പിന് കോൺഗ്രസ് തയ്യാറായി. ഇപ്പൊ UPയിലായാലും ഡൽഹിയിൽ ആം ആദ്മിയോടൊക്കെ ആയാലും ഒരു ഒത്തുതീർപ്പിന് അത് ശുഭപ്രതീക്ഷ വരുന്നുണ്ട്. അല്ല, ആദ്യത്തെ പിടിവാശി പിന്നീട് കാണിച്ചില്ല. ലീഗിനോട് കേരളത്തിലും ആ ഒരു നിലപാടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇരിക്കൂല. അത് അംഗീകരിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ ഇരിക്കട്ടെ. അതോടുകൂടി പ്രശ്നം തീർന്ന്. ഇല്ല അംഗീകരിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം. ആ വിശ്വാസത്തിനനുസരിച്ചല്ലേ ഞങ്ങൾക്ക് മറുപടി. എല്ലാ പ്രതീക്ഷകളും അല്ലേ സാക്ഷാത്കരിക്കപ്പെട്ടു പോയാല്. കേരളത്തിലെ 20 സീറ്റിൽ ഏതും ക്ലെയിം ചെയ്യാം. എന്താ സംശയം? കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് UDF നേടിയില്ലേ? അതിൽ ഏതും ഞങ്ങൾക്ക് ജയിച്ചൂടെ? ഇനി ആലപ്പുഴയാണെങ്കിലും ഞങ്ങൾ ജയിക്കാം. UDF ഒരുമിച്ച് നിന്നാൽ എല്ലാ സീറ്റും വാങ്ങാം. ഇല്ല, അല്ല, അതൊക്കെ ഞങ്ങൾ ചർച്ചകളിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളാണ്. പുറത്തു പറയാനായിട്ടില്ല. പുറത്തു പറയാനായില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മറുപടി പറയാനില്ല. ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞോളാം. സോഷ്യൽ മീഡിയ നോക്കിയാൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ വല്ലതും സംസാരിക്കാൻ പറ്റുമോ? പൊന്നാനിയിലെ സ്ഥാനാർത്ഥി വന്നതോടുകൂടി ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ജയിച്ചു. പിന്നെ സംശയം എന്താ? പിന്നെ LDFന്റെ തീരുമാനം ഞങ്ങൾക്ക് സഹായകരമാണ്.
അല്ല, നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് 22 MLA ഉള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ബാക്കി എത്രമാത്രം സീറ്റുകൾ രണ്ടാം സ്ഥാനത്തുണ്ട്? 500 വോട്ടിന്, 1000 വോട്ടിന്, 3000 വോട്ടിനൊക്കെ പിറകിൽ നിൽക്കുന്നില്ലേ? വോട്ടില്ലേ? ഇപ്പോൾ ലോകസഭയിൽ കോൺഗ്രസ് പറ്റ കഴിഞ്ഞു എന്ന് പറയുന്നില്ലേ? പക്ഷേ 150ഓളം BJP MP-മാരുള്ള മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ട്, വോട്ടും ഉണ്ട്, ജനങ്ങളും ഉണ്ട്, ലീഗുണ്ട്. വോട്ട് ഷെയർ പരിശോധിച്ചാലും അങ്ങനെയാണ്. CPI-യെക്കാളിലും വോട്ട് ഷെയർ ഉള്ളത് ലീഗിനാണ് കേരളത്തിൽ. അതെ. അത് ഞങ്ങൾ LDF-ലാണെങ്കിൽ CPI-നേക്കാളും കൂടുതൽ സീറ്റ് ചോദിക്കാം. ഇത് UDF ആണല്ലോ. ചില വാർത്തകൾ വരുന്നുണ്ട്, അതായത് ഈ സീറ്റ് ലഭിച്ചില്ല, 3 സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ലീഗ് സ്വന്തമായി മലപ്പുറം പൊന്നാനിക്കൊപ്പം കോഴിക്കോട് ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങൾ പരിഗണിക്കുന്നുണ്ട്, അങ്ങനെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ആരാ പറഞ്ഞേ? വാർത്തകളുണ്ട്. ഏത് വാർത്ത? നിങ്ങളല്ലേ വാർത്ത എന്ന് പറഞ്ഞാൽ? നിങ്ങളല്ലേ? അതിന് ഞങ്ങൾ മറുപടി പറയണ്ടല്ലോ. 3-ാം സീറ്റ് കിട്ടുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് നിശ്ചയിക്കും. അത് പറയാൻ കഴിയില്ല. ഓക്കെ. 3 സീറ്റ് ലീഗിന് വിട്ടു നൽകും കോൺഗ്രസ് എന്നുള്ള ശുഭപ്രതീക്ഷയാണ് PMA സലാം പ്രകടിപ്പിച്ചത്. നാളത്തെ ചർച്ചയിൽ ആ തീരുമാനമുണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതും. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ 27-ന് നടക്കുന്ന യോഗത്തിൽ, ലീഗ് നേതൃയോഗത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് PMA സലാം അറിയിച്ചത്.